ലീഗ് സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്ത് കരിയോയിലൊഴിച്ച് നശിപ്പിച്ചു. ഹൈസ്കൂൾ ജംഗ്ഷനിലെ ചുവരെഴുത്താണ് നശിപ്പിച്ചത്. കോൺഗ്രസിലെ സീറ്റ് മോഹികളെന്നാണ് ആക്ഷേപം. അതേസമയം പുനലൂരിൽ തലവേദന ഒഴിയാതെയാണ് നിൽക്കുന്നത് UDF. പുനലൂർ സീറ്റ് ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ച് അവിടെ DCC ജനറൽ സെക്രട്ടറി സഞ്ജയ് ഖാൻ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. രാജ്കുമാർ കൊല്ലത്തുനിന്ന് ചേരുകയാണ്. രാജ്കുമാർ, ഈ കൊല്ലം സീറ്റിൽ UDF-നെ സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും ഒഴിയുന്നില്ല. സീറ്റ് ലീഗിന് നൽകിയപ്പോൾ അവിടെ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായി ആദ്യം നെൽസൺ സെബാസ്റ്റ്യൻ വന്നു, പിന്നീട് ഒരു തരത്തിൽ പിൻവലിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഈ സഞ്ജയ് ഖാൻ മത്സരിക്കാൻ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ലീഗിന്റെ സ്ഥാനാർത്ഥി ഒഫീഷ്യലായി UDF-ൻ്റെതായി നിൽക്കുന്നു. മറുഭാഗത്ത് DCCയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായ സഞ്ജയ് ഖാൻ വിമത സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ലീഗ് സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത് ഒരു ചരിത്രം ആവർത്തിക്കൽ കൂടിയാണ്. അതായത് ഇപ്പോൾ ഈ മത്സരിക്കുന്ന നൌഷാദ് യൂനിസിന്റെ പിതാവ് യൂനിസ് കുഞ്ഞ് XMLA, അദ്ദേഹം പുനലൂർ മത്സരിച്ചപ്പോഴും 27,000 വോട്ടിന്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അന്നും ഈ സീറ്റ് വിട്ടു നൽകാനാകില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയവരുടെ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു ഭാരതിപുരം ശശി. ഇക്കുറിയും ഭാരതിപുരം ശശി തന്നെയാണ് ഈ പ്രതിഷേധത്തിന് ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയത്. അങ്ങനെ അവിടെ ഈ നെൽസൺ സെബാസ്റ്റ്യനെ അവിടെ റിബലായി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. നെൽസൺ സെബാസ്റ്റ്യനെ ഏറ്റവും ഒടുവിൽ KPCC നേതൃത്വം കണ്ണുരുട്ടിയപ്പോൾ ഭാരതിപുരം ശശിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം ഈ നെൽസൺ സെബാസ്റ്റ്യനെ പിൻവലിക്കാനും തീരുമാനിച്ചു. പക്ഷേ ആ പിൻവലിക്കാൻ തീരുമാനിച്ച യോഗത്തിലാണ് എല്ലാവരെയും ഈ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ സഞ്ജയ് ഖാൻ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയതും താൻ മത്സരിക്കും, ഇങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കരുത്, ഇങ്ങനെ ഒരു അടിമവേലയ്ക്ക് കോൺഗ്രസ് നിൽക്കരുത്, കൈപ്പത്തി ചിഹ്നം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഏതാണ്ട് 30-40 വർഷമായി, ഈ നില തുടരാൻ അനുവദിക്കില്ല, പുനലൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചേ മതിയാകൂ, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ഒരു ആവശ്യവുമായി സഞ്ജയ് ഖാൻ രംഗത്തിറങ്ങിയത്. ഇപ്പോൾ സഞ്ജയ് ഖാനെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. PC വിശ്വനാഥ് ഉൾപ്പെടെ നിരന്തരമായി സഞ്ജയ് ഖാനോട് വിളിച്ച് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു, കാലുപിടിക്കുന്നു. അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് KPCC നേതൃത്വം വീണ്ടും സഞ്ജയ് ഖാനെ പുറത്താക്കേണ്ടി വരുമെന്ന് ഒരു ഭീഷണി മുഴക്കുന്നു. എന്നാൽ ഇതിലൊക്കെ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി സഞ്ജയ് ഖാനും മാറിപ്പോകുമോ എന്നൊന്നും വ്യക്തമല്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്നലെ ഈ ചുവരെഴുത്ത്, അതായത് ലീഗ് സ്ഥാനാർത്ഥിയുടെ ഏണി ചിഹ്നത്തിലുള്ള ഈ നൌഷാദ് യൂനിസിന്റെ ചുവരെഴുത്തിൽ കരിയോയിലൊഴിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് പുനലൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ചുവരെഴുത്തിലാണ് ഇങ്ങനെ കരിയോയിലൊഴിച്ചിരിക്കുന്നത്. ആരാണെന്ന് അറിയില്ലെന്ന് ലീഗും കോൺഗ്രസ് നേതൃത്വവും പറയുന്നു. അതെന്നാൽ ലീഗിന് വ്യക്തമായി അറിയാം ഇത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചെയ്തതാണെന്ന് അവർക്കറിയാം. പക്ഷെ അതേസമയം തുറന്നു പറയാനും അവർക്ക് കഴിയുന്നില്ല, അവരെ നേരിടാനും കഴിയുന്നില്ല. ആദ്യഘട്ടത്തിൽ ലീഗ് പറഞ്ഞത് ഈ ഇതുപോലൊരു റിബൽ സ്ഥാനാർത്ഥിയുമായി നിന്നാൽ കൊല്ലം ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും ലീഗിന് ശേഷിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ റിബലെ നിർത്തുമെന്ന് ആദ്യഘട്ടത്തിൽ ലീഗ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ലീഗ് ആ നിലപാടിൽ നിന്ന് പിന്മാറി എങ്ങനെങ്കിലും പുനലൂരിൽ മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതൊരു UDF-ന്റെ ഐക്യമെന്ന നിലയിലാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തെ അല്ലെങ്കിൽ പ്രവർത്തകർ ഏണി ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഇതോടുകൂടി ഇപ്പോൾ ഉറപ്പാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുനലൂരിൽ ഈ നിലയിലേക്കുള്ള കരിയോയിലൊഴിച്ച് ഇപ്പോൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനു.